വെൽക്കം ടു ഓൾ. അപ്പോൾ നമ്മൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. അതിൻ്റെ പ്രൈമറി ഫങ്ഷൻസിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ടൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചു. കാരണം ചില ആളുകൾക്ക് ഈ ക്രെഡിറ്റ് ക്രിയേഷൻ എന്നുള്ള കോൺസെപ്റ്റ് അത്രത്തോളം ക്ലിയർ ആവാറില്ല. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ? അത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ പ്രൈമറി ഫങ്ഷൻസിൽ വരുന്നതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനിലേക്ക്, അതായത് സപ്പോസ് ബാങ്ക് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി കസ്റ്റമേഴ്സ്. ബാങ്കുകൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ആ സ്വീകരിച്ച ഡെപ്പോസിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് ബാങ്കുകൾ ലെൻഡിങ് നടത്തുന്നത്, ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതായത് കുറച്ച് ആളുകൾ മാത്രം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ബാങ്കുകൾ പിന്നീട് കൂടുതൽ ലോണുകൾ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുന്നത്, അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ക്രിയേഷൻ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടും. ബാങ്ക് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബാങ്കുകൾ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ആഫ്റ്റർ കീപ്പിംഗ് ദ റിക്വയർഡ് ക്യാഷ് റിസർവ്, അതായത് CRR ഒക്കെ, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നമ്മൾ 1000 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സർട്ടേൺ പെർസെൻറ്റേജ് എന്താ പറയുക, ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ സർട്ടേൺ പെർസെൻറ്റേജ് ബാങ്കുകൾ കീപ്പ് ചെയ്യണം, അല്ലേ? നമ്മൾ CRR എന്നൊക്കെ പറയാം, ക്യാഷ് റിസർവ് റേഷ്യോ, അങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പോലുള്ള ചില റേഷ്യോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റിക്വയർഡ് റേഷ്യോ ബാങ്കിൽ തന്നെ എടുത്തു വെക്കണം. അപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ കുറച്ച് ബാക്കി പൈസ ഉണ്ടാവും. 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 20% നമ്മുടെ റിക്വയർഡ് ക്യാഷ് റിസർവ് എന്നെങ്കിൽ നമ്മളതിൽ നിന്ന് ഒരു 200 രൂപ മാറ്റിവെക്കും. ബാക്കി 800 രൂപ ഉണ്ടായിരിക്കും. ആ 800 രൂപ എടുത്തിട്ട് എന്ത് ചെയ്യാം, ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാം. ഓക്കെ, ദ ബാങ്ക് വിൽ ലെൻഡ് ദ റിമൈനിങ് എമൗണ്ട്. Bank will lend the amount by simply opening an account in favor of the borrower's name and credit the amount of loan in this account. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾക്ക് ബാങ്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നേരിട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, അയാളുടെ പേരിൽ ഒരു ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, എന്നിട്ട് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ബാങ്ക് വിൽ ലെൻഡ് ദ എമൗണ്ട് ബൈ സിംപ്ലി ഓപ്പണിംഗ് an account in favor of the borrower's name and credit the amount of loan in this account. From the bank's point of view, this is a deposit. അല്ലേ, ബാങ്കുകളുടെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡെപ്പോസിറ്റാണ്. കാരണം ബാങ്കിലേക്ക് ഒരു പുതിയ അക്കൗണ്ടിൽ വന്ന ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ്, അല്ലേ? എഗെയിൻ ദ ബാങ്ക് വിൽ പ്രൊവൈഡ് ലോൺസ് ആഫ്റ്റർ കീപ്പിംഗ് ദ റിക്വയർഡ് റിസർവ്. അതായത് ഈ എമൗണ്ടിൽ നിന്നും വീണ്ടും ബാങ്കുകൾ എന്ത് ചെയ്യും, അതിൻ്റെ റിക്വയർഡ് റിസർവ് കീപ്പ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യും, വീണ്ടും ലോണ് കൊടുക്കുന്നു. സോ ദിസ് വിൽ കണ്ടിന്യൂ ആൻഡ് ബാങ്ക് വിൽ മേക്ക് മണി ഫോർ പ്രൊവൈഡിങ് ലോൺ. സോ ദിസ് ഈസ് ദി കോൺസെപ്റ്റ് ക്രെഡിറ്റ് ക്രിയേഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയുമ്പോഴാണ് നമുക്കിത് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ എന്നുള്ള വ്യക്തി, അദ്ദേഹം 1000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു, 1000 റുപ്പീസ് നിക്ഷേപിച്ചു. അപ്പോൾ ബാങ്കിൻ്റെ കണക്കിൽ നോക്കുന്ന സമയത്ത് ബാങ്കിന് ഈ ഒരു 1000 രൂപ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുക? ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡെപ്പോസിറ്റാണ്. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റിയാണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് ലയബിലിറ്റിയാണ്. അതേസമയം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് അസറ്റ് കൂടിയാണ്. എങ്ങനെ അസറ്റായിട്ട് മാറുന്നത്? ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിന് ലെൻഡ് ചെയ്യാം. ആ ലെൻഡ് ചെയ്യുന്നത് വഴി ബാങ്കിന് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നു. അപ്പോൾ ആ സെൻസിൽ നോക്കുമ്പോൾ അതൊരു അസറ്റ് കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഒരാൾ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതിൽ നിന്നും റിക്വയർഡ് റിസർവ്, ഫോർ എക്സാമ്പിൾ CRR 20% ആണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ അല്ലേ 1000ൻ്റെ 20% 200 രൂപ എടുത്തു വെച്ചു. 200 രൂപ റിക്വയർഡ് റിസർവായിട്ട് മാറ്റിവെച്ചു. ബാക്കി 800 രൂപ ലെൻഡ് ചെയ്യുന്നു. ബാക്കി 800 രൂപ ബാങ്കിൻ്റെ കയ്യിലുണ്ട്. അത് വേറൊരാൾക്ക് ലെൻഡ് ചെയ്യുന്നു.
ഫോർ എക്സാമ്പിൾ പുതിയൊരാളുടെ പേരിൽ ഒരു ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 800 രൂപ ബാങ്ക് നിക്ഷേപിക്കുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം 1000 രൂപ ബാങ്കിലേക്ക് വന്നിട്ടുണ്ട്. സങ്കല്പിക്കണം, 1000 രൂപ ബാങ്കിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ നിന്നും 200 രൂപ റിക്കോർഡ് റിസർവായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള 800 രൂപ സപ്പോസ് ബി എന്ന് പറയുന്ന ഒരാൾക്ക് ലെൻഡ് ചെയ്തു. ആ ബി എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. സപ്പോസ് ബി എന്ന് പറയുന്ന ആൾ ആ അക്കൗണ്ടിൽ നിന്നും ആ 800 രൂപ പിൻവലിച്ചു എന്ന് വിചാരിക്കുക. പിൻവലിച്ചിട്ട് വേറൊരു സി എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം പിൻവലിച്ചത്. അപ്പോൾ സി എന്ന് പറയുന്ന ആളുടെ കയ്യിലേക്ക് ഈ 800 രൂപ എത്തി. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? സി എന്ന് പറയുന്ന ആൾ വീണ്ടും ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഈ 800 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കുക, ഈ സെയിം 1000-ൽ നിന്ന് ഡിറൈവ് ചെയ്ത എമൗണ്ട് തന്നെയാണ് 800 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാങ്കിൻ്റെ കണക്കിൽ എന്താണ് ഇപ്പോൾ 1000 + 800 1800 ഉണ്ട്. 1000 + 800 1800 രൂപ ഉണ്ട്. കാരണം 1000 ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്തത്, അത് പിന്നീട് ഈ വഴി ഇങ്ങനെ പോയിട്ടുണ്ട് എങ്കിലും ബാങ്കിൻ്റെ കയ്യിൽ ഇപ്പോൾ അത് ഉണ്ട്. അപ്പോൾ 800 രൂപ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ 1800 ആയി അല്ലേ. ഇനി നോക്കുക, ഈ 800-ൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് ബാങ്ക് എന്ത് ചെയ്യും? ഓൾറെഡി ഇത് കൊടുത്തു കഴിഞ്ഞു അല്ലേ. ഇനി ഈ 800-ൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് ബാങ്ക് റിക്വയർഡ് റിസർവായിട്ട് ബാങ്കിൽ തന്നെ അല്ലെങ്കിൽ RBIയിൽ സൂക്ഷിക്കുന്നു. ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ അതിൽ സൂക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നടത്തിയ 1000 രൂപയുടെ ഡെപ്പോസിറ്റിനെ പറയുന്ന പേര് നമ്മളെന്താ പറയുക? ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയാം. എന്നാൽ അതിൽ നിന്നും 200 രൂപ മാറ്റിവെച്ച് ബാക്കി 800 രൂപ നമ്മൾ ബി എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തു. ബി എന്ന് പറയുന്ന ആളത് പിൻവലിക്കുകയും അത് സി എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കുകയും സി എന്ന് പറയുന്ന ആൾ ആ 800 രൂപ വീണ്ടും ബാങ്കിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ സി എന്ന് പറയുന്ന ആൾ ബാങ്കിൽ നിക്ഷേപിച്ച ഈ എമൗണ്ടിന് നമ്മൾ എന്താ പറയുക? ഈ ഡെപ്പോസിറ്റ് എന്താ പറയുക? ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയും. ഡിറൈവ്ഡ് ഡെപ്പോസിറ്റ്, കാരണം ഇത് ഡിറൈവ് ചെയ്തു വന്നതാണ്, ഉരുത്തിരിഞ്ഞു വന്നതാണ്. എവിടെ നിന്ന്? ആദ്യമുള്ള 1000 രൂപ ബാങ്കിൻ്റെ കയ്യിലേക്ക് 1000 രൂപ കിട്ടിയപ്പോൾ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന മറ്റൊരു ഡെപ്പോസിറ്റാണ് 800 രൂപയുടെ ഡെപ്പോസിറ്റ്. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 1800 രൂപ ഡെപ്പോസിറ്റായിട്ട് ബാങ്കിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ബാങ്ക് എന്ത് ചെയ്യുന്നു? ഈ 800 രൂപ, ഇതിൽ 1000 + 800 ആണ് 1800. ഈ 800 രൂപയുടെ ഒരു 20% വീണ്ടും റിക്വയർഡ് റിസർവായിട്ട് വയ്ക്കുന്നു. ബാക്കി വരുന്ന ഒരു 640 രൂപ, അറൗണ്ട് 640 രൂപ എന്ത് ചെയ്യുന്നു? വേറൊരാൾക്ക് ലെൻഡ് ചെയ്യുന്നു. അയാളും ഇതുപോലെ തന്നെ അയാളുടെ പേരിലൊരു ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം വേറൊരാൾക്ക് കൊടുക്കുന്നു. സങ്കല്പിക്കുക, അദ്ദേഹവും ഈ ബാങ്കിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു. അപ്പോൾ 1800 + 640 2440 അങ്ങനെ വരും. പ്ലസ് ആ 640-ൻ്റെ വീണ്ടും 20% ബാങ്ക് കീപ്പ് ചെയ്യും. ബാക്കി വരുന്ന എമൗണ്ട് വേറൊരാൾക്ക് ലെൻഡ് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 രൂപ ഒരാൾ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അത് ഒരു 5000 രൂപയുടെ മണി സപ്ലൈക്ക് അതിനെ മാറ്റുന്നു. ഓക്കെ, മണി മൾട്ടിപ്ലയർ എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടത് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും അല്ലേ. അപ്പോൾ ഒരാൾ, ചുരുക്കി പറഞ്ഞതാണ്, ഒരാൾ 1000 രൂപയുടെ ഡെപ്പോസിറ്റ് നടത്തുമ്പോൾ ബാങ്ക് അതിൽ നിന്നും ഏകദേശം 5000 രൂപയുടെ ലെൻഡിങ് നടത്തുന്നു എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ക്രിയേഷൻ ബാങ്കുകൾ നടത്തുന്നു എന്നുള്ളതാണ്. അതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 5000 രൂപയുടെ ക്രെഡിറ്റ് ക്രിയേഷൻ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്നുകൂടി ആ എക്സ്പ്ലനേഷനിലേക്ക് വരാം. അതായത് ബാങ്കിൽ ഒന്നുകൂടി ആ എക്സ്പ്ലനേഷൻ നോക്കുക. ബാങ്ക് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ആഫ്റ്റർ കീപ്പിംഗ് ദി റിക്വയർഡ് ക്യാഷ് റിസർവ് കീപ്പ് ചെയ്തതിന് ശേഷം ദ ബാങ്ക് വിൽ ലെൻഡ് ദി റിമൈനിങ് എമൗണ്ട്. ബാങ്ക് അതിൻ്റെ റിമൈനിങ് എമൗണ്ട് ലെൻഡ് ചെയ്യുന്നു. ബാങ്ക് വിൽ ലെൻഡ് ദ എമൗണ്ട് ബൈ സിംപ്ലി ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഇൻ ഫേവർ ഓഫ് ദി ബോറോവേഴ്സ് നെയിം ആൻഡ് ക്രെഡിറ്റ് ദ എമൗണ്ട് ഓഫ് ലോൺ ഇൻ ദിസ് അക്കൗണ്ട്. അപ്പോൾ ആരുടെ പേരിലാണോ ലോൺ കൊടുക്കുന്നത് അയാളുടെ പേരിലൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയുമാണ് ബാങ്കുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം അത് പിൻവലിച്ചു വേറൊരാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ ഫ്രം ദി ബാങ്കേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ
ദിസ് ഈസ് എ ഡെപ്പോസിറ്റ് അല്ലേ. ബാങ്കുകളുടെ ഒരു വ്യൂ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കുകൾ ഒരാളുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൈസ ഒരു ഡെപ്പോസിറ്റ് പോലെ അവിടെ കിടക്കുകയാണ് അല്ലേ. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അയാൾ ആ പണം പിൻവലിച്ചിട്ട് വേറൊരാൾക്ക് കൊടുത്തു, വേറൊരാൾ അവിടെ 800 രൂപയുടെ ഡെപ്പോസിറ്റ് നടത്തി എന്ന് ഞങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ബാങ്കിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ഇതൊരു ഡെപ്പോസിറ്റായിട്ട് മാറുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, എഗെയിൻ ദ ബാങ്ക് വിൽ പ്രൊവൈഡ് ലോൺസ് ആഫ്റ്റർ കീപ്പിംഗ് ദ റിക്വയർഡ് റിസർവ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ പറഞ്ഞാൽ ഈ 800 രൂപയിൽ നിന്നും വീണ്ടും റിക്വയർഡ് റിസർവ് കീപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യും, ലെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതുവഴി വീണ്ടും ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. സോ ദിസ് വിൽ കണ്ടിന്യൂ ആൻഡ് ബാങ്ക് വിൽ മേക്ക് മണി ഫോർ പ്രൊവൈഡിങ് ലോൺ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അതായത് ബാങ്കിന് പിന്നീട് ഒരാൾക്ക് കൊടുക്കാനുള്ള സഫീഷ്യൻ്റ് എമൗണ്ട് ഇല്ലാത്ത ഇടത്തോളം അത് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. ഇനി ഫോർ എക്സാമ്പിൾ ഇനി ലാസ്റ്റ് ബാങ്കിൻ്റെ കയ്യിൽ എന്താ പറയുക, റിക്വയർഡ് റിസർവ് മാറ്റി വെച്ചൊരു 150 രൂപയാണെങ്കിൽ 150 രൂപ എന്നൊരാൾക്ക് ലോൺ കൊടുക്കാൻ മതിയായിട്ടുള്ള എമൗണ്ട് അല്ല എങ്കിൽ പിന്നീട് എന്ത് ചെയ്യില്ല, അവിടെ ലെൻഡിങ് വരില്ല, പിന്നീട് അടുത്ത ഡെപ്പോസിറ്റ് വരണം. അപ്പോഴേ അതിൽ നിന്ന് വീണ്ടും ക്രെഡിറ്റ് ക്രിയേഷൻ പോസിബിളായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു 1000 രൂപ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റായിട്ട് വരുന്ന സമയത്ത് അതിൽ നിന്നും എന്താ പറയുക, ഒരു 5000 രൂപയുടെ ഡെപ്പോസിറ്റ് വരെ അല്ലെങ്കിൽ 5000 രൂപയുടെ എമൗണ്ട് അല്ലെങ്കിൽ ലോണ് ബാങ്കിന് പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം അതിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്താണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ എക്സാമ്പിൾ ഉണ്ട്. ഇനി വീണ്ടും ക്ലാരിഫിക്കേഷൻ ആവശ്യമെങ്കിൽ വീണ്ടും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.